ആവത്താം വീട്ടുകാരുടെ ക്ഷേത്രമാണ്, കുടുംബക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ആവയങ്കോട്ട അമ്പലം. അവിടെ ഭഗവതി, ഭൂതഗണം, ഹനുമാൻ, നാഗങ്ങൾ, ക്ഷേത്രപാലൻ ഒക്കെ ഉണ്ട്. ആവത്താൻ വീടും ആവയങ്കോട്ട ഭഗവതിയും ഇത് ഐതിഹ്യപ്രകാരം സാമൂതിരി രാജാവ് ഈ ഭാഗത്തേക്ക്, പൊന്നാനി ദേശത്തേക്ക് കളരിക്കും വൈദ്യത്തിനും വേണ്ടി വടകര ഭാഗത്തുള്ള ആവത്താം വീട്ടുകാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐതിഹ്യമായിട്ട് ഞങ്ങൾക്ക് അറിയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് 1850 എഴുതിയിട്ടുള്ള മലബാർ മാനുവൽ, ലോഗൻ്റെ മലബാർ മാനുവലിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, ഈ അമ്പലത്തെക്കുറിച്ച്. അപ്പോൾ ഇത്രയും കാലം ആവത്താം വീട്ടുകാരായിരുന്നു ഉത്സവങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. നാട്ടുകാരുടേതായിട്ട് കാളവേലയും അഖണ്ഡനാമം തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല, 10-15 കൊല്ലമായിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം വളരെ ഭംഗിയായി നടക്കണം. ഒരു 4 വർഷത്തിന് മുമ്പ് നാട്ടുകാരെല്ലാവരും കൂടി ഈ ക്ഷേത്രം ഒരു പുനരുദ്ധാരണം നടത്തണം. കാരണം അതിൻ്റെ ശ്രീകോവിലൊക്കെ വളരെ മോശം നിലയിലായിരുന്നു. അങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കി. അത് വളരെ നല്ല രീതിയിൽ വളരെ വേഗം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ശ്രീകോവിലെല്ലാം ശരിയാക്കി നല്ല നിലയിലാക്കാൻ സാധിച്ചു. പൂജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൂജ ഇതുവരെ ഉണ്ടായിരുന്നത് ചൊവ്വയും വെള്ളിയും മാത്രമായിരുന്നു. അത് ഇനി പുനരുദ്ധാരണത്തിന് ശേഷം നിത്യപൂജ നടത്തണം, അതിനുള്ള പൂജാരിനെ ഏർപ്പാടാക്കണം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. അത് നടത്താൻ പറ്റും, നടത്തണം. ആവയങ്കോട്ട ഭഗവതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിനോട് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എല്ലാ നാട്ടുകാരും ഭക്തജനങ്ങളും അവരുടെ കഴിവിൽ പരം സഹായങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും അതോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഒരുപാട് ഞങ്ങളോട് സഹകരിച്ച നാട്ടുകാർക്ക് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോക ശ്രദ്ധയിൽപ്പെടുത്തിയ പൈതൃക TV-ക്കും അവരുടെ സംഘാടകർക്കും വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നും, ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും.